Good afternoon, children. How are you? Today we shall start our math class. Addition. Today we discussing about addition. Addition നമ്മളൊക്കെ പഠിച്ചില്ലേ? Okay. By heart ആണല്ലോ അല്ലേ? Let's start. Okay. Firstly, how many fish are there in all? Fill in the circles properly. എന്നാണ് നിങ്ങളുടെ ബുക്കിനകത്തുള്ളത്. എന്താണ്? A jar has 3 fish. ഒരു ജാറിൽ 3 മത്സ്യങ്ങളുണ്ട്. ദി അനദർ ജാറിൽ 2 fish. One is 3 numbers. Then അതറിൽ 2 numbers. ഇവിടെ ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബുക്കിനകത്ത് പല വെറൈറ്റി പിക്ചേഴ്സ് ഉണ്ടാവും. പക്ഷെ അതെല്ലാം നമുക്ക് കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് നമ്പർ കറക്റ്റ് ആവാനുള്ള അത് കാണിക്കുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, ബുക്കിനകത്ത് പറയുന്നതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നമ്പർ അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഒരു ജാറിൽ 3 ഫിഷസ് ഉണ്ട്. അനദറിലോ 2 എണ്ണമാണ്. വിച്ച് ആർ ദി ടോട്ടൽ? ഹൗ മെനി ഫിഷ് ആർ ദർ ഇൻ ഓൾ? ഹൗ മെനി? You count it. How many numbers are there? Yes. അപ്പോൾ നിങ്ങളത് എഴുതണം. ഓക്കെ, അപ്പോൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഈ ലെസണിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് ഹിൻറ്റ് മാത്രമേ തരുള്ളൂ. നിങ്ങൾ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ കണ്ടെത്തണം. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഫുൾ ആൻസർ പറഞ്ഞു തന്നു. ഇതിപ്പോൾ അഡീഷൻ ടേബിളാണ്. അഡീഷൻ ടേബിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടപ്പേന്ന് പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റും. അഡീഷൻ ടേബിൾ ഓർത്ത് നോക്കുക, അത് ആൻസർ ചെയ്യുക, അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് 3 and 2 3ഉം 2ഉം കൂടി കൂട്ടിയാൽ എത്രയാണെന്ന് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നു. അത് ആഡ് ചെയ്ത് എഴുതി വേണം. പിന്നെ ആഡ് ദ ഫോളോയിങ് എന്ന് നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് ആഡ് ദ ഫോളോയിങ് എന്നറിയാമോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് 10s ഉം 1s ഉം അല്ലേ? 2 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ ഇപ്പോൾ 25 ആണ്. 25 പ്ലസ് 12 എന്നാണ്. 25നോട് 12 കൂട്ടാനാണ്. അപ്പോൾ 25 എന്ന് പറയുമ്പോൾ അതിലെന്തുണ്ട്? 1s ഉണ്ട് 10s ഉണ്ട്. ഹൗ മെനി 1s? 5 1s and 2 10s അല്ലേ? അപ്പോൾ അത് ആഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്കതിന് മുന്നേ പിന്നെ അഡീഷൻ്റെ സിഗ്നർ ഒന്ന് കാണിച്ചു തരാം. അഡീഷനാണ് നമുക്ക് പഠിക്കാനുള്ള അഡീഷൻ്റെ ചിഹ്നം ഇതാണ്, സിമ്പിൾ ഇതാണ്. പ്ലസ് ഇത് പറയാം, പ്ലസ് എന്നാണ്. ക്രോസ് കണ്ടോ? അഡീഷൻ അത് മനസ്സിലാക്കുക. ഇതാണ് ചിഹ്നം. പിന്നെ പ്ലസ് എന്ന് പറയും കേട്ടോ. ഓക്കെ, ആഡ് ചെയ്യാൻ പ്ലസ് എന്ന് പറയും. അപ്പോൾ 25 പ്ലസ് 12 25ഉം 12ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നെക്സ്റ്റ് ഈസ് 33 പ്ലസ് 21 33ഉം 21ഉം ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും എന്നാണ്. നമുക്കിതാ ഇതിനകത്തുണ്ട്. എന്താണ്? 25 പ്ലസ് 12 ആൻസർ 37 കിട്ടിയിട്ടുണ്ട് അല്ലേ? അതെങ്ങനെയാണ് കിട്ടിയത് നമുക്ക് നോക്കാം. ഇതെങ്ങനെയാണ് കിട്ടിയത് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കൂ, 2 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ 1s എത്രയാണ്? 5 10s 2 ദെൻ 12ൽ 1s 2 രണ്ടൊറ്റ 110 അല്ലേ? അങ്ങനെ എഴുതണം. അപ്പോൾ ഇത് ആഡ് ചെയ്യണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് അഡീഷൻ ടേബിൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അതുപോലെ ഈ സംഖ്യ കണ്ടോ? 33 പ്ലസ് 21 അവിടെ അങ്ങനെ 10സിൻ്റെ സ്ഥാനത്തും 1സിൻ്റെ സ്ഥാനത്തും ആക്കി എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അപ്പോൾ നോക്കൂ, 1സിൻ്റെ സ്ഥാനത്ത് ഏതാണ്? 5ഉം 2 ആണ് അല്ലേ? 5ഉം 2 ആണ് 1സിൻ്റെ. ഈ 1s ആണ് ആദ്യം നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇത് എത്ര ഡിജിറ്റ് സംഖ്യ കിട്ടിയാലും ഫസ്റ്റ് നമ്മൾ ഏതൊക്കെ 1സിൽ നിന്നാണ് തുടങ്ങേണ്ടത് കേട്ടോ. 1s ആണ് എപ്പോഴും ആഡ് ചെയ്യുക. എന്നിട്ടാണ് പിന്നെ 10s ആഡ് ചെയ്യുക. പിന്നെ ഇപ്പുറത്ത് 100 ഉണ്ടെങ്കിൽ പിന്നെയാണ് 100 ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് 1000 ആഡ് ചെയ്യുക. അങ്ങനെയാണ്. അപ്പോൾ ആദ്യം എവിടെ നിന്നാണ് ആഡ് ചെയ്യാൻ തുടങ്ങേണ്ടത്? യെസ്, 1സിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അപ്പോൾ നോക്കൂ, 1സിൽ 25 12. അപ്പോൾ ഇവിടെ 1സിൽ ഏതാണ്? 5ഉം 2 ആണ് ആഡ് ചെയ്യേണ്ടത്. ബുക്കിനകത്ത് ഇവിടെയാണ് കേട്ടോ പ്ലസ് തരുന്നത്. നമ്മൾ ശരിക്കും സാധാരണ കൂട്ടുമ്പോൾ ഇവിടെയാണ് പ്ലസ് ഇടുക. അപ്പോൾ 5ഉം 2ഉം കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 7 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്കത് മനസ്സിൽ കൂട്ടാനും കഴിയണം. അപ്പം അഡീഷൻ ടേബിൾ പഠിച്ചാലാണ് മാത്രമേ അത് പറയാനായിട്ട് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനാണ് അഡീഷൻ ടേബിൾ പഠിക്കണം എന്ന് പറഞ്ഞത്.
അപ്പോൾ 5 നമ്പേഴ്സ് അല്ലേ, 5 നമ്പേഴ്സിനോട് കൂടി നമ്മൾ 2 നമ്പേഴ്സ് ആഡ് ചെയ്യണം. 5നോട് കൂടി 2 ആഡ് ചെയ്താൽ എത്ര, ഹൗ മെനി, എത്ര കിട്ടിയാണ്? 7 ആണ്. അപ്പോൾ ഇത് നിങ്ങൾ എണ്ണി നോക്കണം. 1 2 അല്ലേ, നിങ്ങൾ ശരിക്കും എണ്ണി നോക്കണം, അപ്പോഴല്ലേ അറിയുള്ളൂ അല്ലേ. 1 2 3 4 5 6 7 എന്ന് നിങ്ങളിങ്ങനെ ആഡ് ചെയ്യണം, എണ്ണി നോക്കണം അല്ലേ. പക്ഷെ നിങ്ങൾ അഡീഷൻ ടേബിൾ പഠിച്ച കുട്ടികൾക്കാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. പെട്ടെന്ന് എന്ത് ചെയ്യും അവർക്ക് 5 1 2 1 5 എന്ന് മനസ്സിലാവും. ഇതിപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്ത് നോക്കണം. ഇത് LKG-കാർ കൂട്ടുന്ന മെത്തേഡാണിത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. 2ഉം 5ഉം അഡീഷൻ ടേബിൾ പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് 5 കിട്ടാൻ നമ്മളിങ്ങനെ നോക്കേണ്ടി വന്നു പോയി അല്ലേ. ഇതിനെ നമുക്ക് മനസ്സിൽ നിന്ന് കൂട്ടണം. പിന്നെ മുതൽ അങ്ങനെയാണ് നിങ്ങൾക്ക് എന്താണ് എക്സസൈസ് തരികയാണ് ചെയ്യുക, നിങ്ങളത് ആൻസർ കണ്ടുപിടിക്കും. ഓക്കെ, അതാണ് ഈ ക്ലാസ്സിൻ്റെ പ്രത്യേകത. ഇതെല്ലാ ആൻസറും പറഞ്ഞു തരുമായിരുന്നു, അപ്പോൾ അങ്ങനെ പറഞ്ഞു തരും. നിങ്ങൾ ആഡ് ചെയ്യണം. അപ്പോൾ 5 1 2 7 എന്ന് കിട്ടി. ഇനി നമുക്ക് 1 and 2 ആണ് കൂട്ടേണ്ടത്. 1നോടൊപ്പം എന്ത് ചെയ്യണം? 2, അല്ലെങ്കിൽ 2നോടൊപ്പം 1, 1നോടൊപ്പം 2 അല്ലെങ്കിൽ 2നോടൊപ്പം 1. എത്ര കിട്ടുന്നത്? ഹൗ മെനി വിച്ച് നമ്പർ? 3. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കണം ആൻസർ? 37 എന്ന് കിട്ടിയത്. മനസ്സിലായോ? 37 എന്ന് കിട്ടിയിരിക്കുന്നത് കണ്ടോ. ആദ്യം വൺസ് തമ്മിൽ ആഡ് ചെയ്യണം. 5 into 7 കിട്ടി. ദെൻ 2ഉം 1ഉം കൂടി 10 നോക്കിയപ്പോൾ 37 കിട്ടി. ഇങ്ങനെയാണ് നമ്മളിനിപ്പോൾ ആഡ് ചെയ്ത് പഠിക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് എന്താണ്? 33 + 21 ആണ്. 33 + 21 അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ചെയ്യണം വൺസാണ് കൂട്ടുന്നത്. വൺസിന് സ്ഥാനത്ത് ഏതാ വന്നേക്കണത്? 3ഉം 1ഉം ആണല്ലേ. അപ്പോൾ 3 നമ്പർ എടുക്കണം. 3 നമ്പർ എടുക്കണം, ദെൻ 1 എടുക്കണം. 3 and 1 അപ്പോൾ എത്ര കിട്ടുന്നത്? 3 and 1 4 കിട്ടുന്നു അല്ലേ. ഇനി 3 and 2, 3 and 1 4 കിട്ടി. അപ്പോൾ 3 and 2 എത്ര ആയിരിക്കും? 3 and 2 അല്ലേ. 3 and 2 എത്ര കിട്ടിയത്? ഹൗ മെനി? 5. ദ ആൻസർ ഈസ് 54 ഉണ്ടോ. അപ്പോൾ നിങ്ങൾക്കിത് കാണാതെ തന്നെ പറയാനായിട്ട് കഴിയണം. അപ്പോൾ മനസ്സിലാതെ പഠിക്കാൻ പണ്ടായിരുന്നു പകൽ. അപ്പോൾ അത് നോക്കിയിട്ട് അപ്പോൾ നമുക്ക് എന്തായി? 25ഉം 12ഉം കൂട്ടി 37 കിട്ടി. ദെൻ 32 21 54 കിട്ടി. ഓക്കെ, ഇനി ഇതിന് കൊടുത്തിരിക്കുന്നത് ഗീത ഹാസ് 2 ടോഫീസ്. ഗീത ഹാസ് 2 ടോഫീസ്. ഹെർ മദർ ഗീവ്സ് 3 ടോഫീസ്. 3 എണ്ണം കൊടുത്തു. ദെൻ ഫാദർ ഗേവ് അനദർ 4 കൊടുത്തു ഫാദർ. അപ്പോൾ ഗീതയുടെ കയ്യിൽ 2 ടോഫി ഉണ്ടായിരുന്നു, ടോഫീസ് മിഠായി ഉണ്ടായിരുന്നു. അമ്മ 3 എണ്ണം കൊടുത്തിരിക്കുന്നു. അച്ഛൻ വീണ്ടും 4 എണ്ണം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഈ 3 പേര് കൊടുത്തതും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എങ്ങനെ ആഡ് ചെയ്യാമെന്നറിയാമോ? ആദ്യം 2 + 3 ആഡ് ചെയ്യാം. ഗീത ഹാസ് 2 ടോഫീസ്. മദർ ഗേവ് ഹെർ 3. അപ്പോൾ 2 and 3 കണ്ടില്ലേ? 2 and 3 എത്രയാണെന്ന്? 2 and 3 എത്രയാണ്? എത്ര കിട്ടിയില്ലേ? ഇതാണ് 2 and 3 അല്ലേ. ഇനി അതിലൂടെ എന്ത് ചെയ്യണം? ഈ 4ഉം കൂടി ആഡ് ചെയ്യണം. 4 കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? ആ സംഖ്യയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എണ്ണി നോക്കണേക്കാൾ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് അഡീഷൻ ടേബിൾ അറിയെങ്കിൽ വേഗം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എത്ര കിട്ടുക? ദാറ്റ് ഈസ് ദ ടോട്ടൽ. കണ്ടോ? 2 ടോഫീസ് ഉണ്ടോ? 2 പിന്നെ ഗീത ഹാസ് 2 ടോഫീസ്. ദെൻ മദർ ഗീവ് 3 ടോഫീസ് ആൻഡ് ഫാദർ ഗീവ് 4 ടോഫീസ്. അപ്പോൾ എങ്ങനെ ആഡ് ചെയ്യേണ്ടത്? 2 + 3 + 4 ആഡ് ചെയ്തു. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഈ 3 കൂടി ഒന്നിച്ച് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം 2ഉം 3ഉം ആഡ് ചെയ്തു. അപ്പോൾ എത്രയാണ് കിട്ടിയത്? 2ഉം 3ഉം ആഡ് ചെയ്തപ്പോൾ നമുക്ക് 5 കിട്ടി അല്ലേ. ഇനി ആ 5ഉം 4ഉം ആഡ് ചെയ്യണം. 2ഉം 3ഉം ആഡ് ചെയ്തപ്പോൾ 5 കിട്ടി. ഇനി ആ 4 ബാലൻസ് കളി 4ഉം കൂടിയിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ 2ഉം 3ഉം 4ഉം കൂടി ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടിയിട്ടുണ്ടോ? 2ഉം 3ഉം ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 5 കിട്ടി. പിന്നെ 5ഉം 4ഉം ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 9 കിട്ടി. അതായത് 3ഉം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നു? 9. ദ ആൻസർ ഈസ് 9. 2 + 3 + 4 = 9. അങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ട് ഇനി എല്ലാം ചെയ്ത് പഠിക്കണം. മനസ്സിലായില്ലേ? ഇതുപോലെ എല്ലാം ആഡ് ചെയ്ത് നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കണം. അപ്പോൾ എന്താണ്? അഡീഷൻ ഈസ് പുട്ടിങ് 2 or 3 നമ്പേഴ്സ് ടുഗദർ. ദി സൈൻ ഓഫ് അഡീഷൻ ഈസ് പ്ലസ്. അപ്പോൾ ഇതിൻ്റെ സൈനാണ് പ്ലസ്. അഡീഷൻ പ്ലസ് ഈ ചിഹ്നമാണ് ഇടുക. ഈ ചിഹ്നമാണ് നമ്മൾ ഉപയോഗിക്കുക അഡീഷന്. ഓക്കെ, അങ്ങനെ നമ്മളിനി എല്ലാം ചെയ്ത് പഠിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അഡീഷൻ ടേബിൾ നല്ല ബൈഹാർട്ടാക്കണം. ഇത് നോക്കൂ, ഓൺ ദി നമ്പർ ലൈൻ. നമ്പർ ലൈനിൽ എങ്ങനെയാണ് അത് ആഡ് ചെയ്യാമെന്ന്. 2 + 3 + 4 എങ്ങനെയാണ്
നമ്പർ ലൈനിൽ ആഡ് ചെയ്യാന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്പർ ലൈൻ കണ്ടില്ലേ, അങ്ങനെ നമ്പർ ലൈൻ വരയ്ക്കണം. നമ്പർ ലൈൻ വരച്ചിട്ടുണ്ട്, അതിൽ മൊത്തം ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം 2 അല്ലേ, 2 + 3 ആണ് ആഡ് ചെയ്യേണ്ടത്. 2 + 3 അല്ലേ, അതിൽ ആഡ് ചെയ്യേണ്ടത് 2 + 3 + 4 ആണ്. നേരത്തെ കിട്ടിയത് ആൻസർ 9 ആണ്. അതിനെ കിട്ടുന്നത് നമ്മൾ നമ്പർ ലൈനിൽ പഠിക്കണം. കണ്ടോ, നമ്പർ ലൈനിൽ ആദ്യം 2 + അല്ലേ, 2 + 3 അല്ലേ, അതാ 2 നമ്പർ. ഇങ്ങനെ ലൈൻ വരയ്ക്കുക, ലൈനിന് ഇങ്ങനെ നമ്പർ അടയാളപ്പെടുത്തുക. അതിൽ 2 കണ്ടോ, 2-ൽ നിന്ന് 3 തവണ 3 തവണ പോയപ്പോൾ 1 2 3 കണ്ടോ, 2ഉം 3യും കൂടി അടയപ്പോൾ എത്ര കിട്ടിയത്? 5. അഞ്ചാമത്തെ നമ്പറിൽ കണ്ടോ, അഞ്ചാമത്തെ നമ്പറിലാണ് എത്തിയത്. അപ്പോൾ 2 + 3 = 5 കിട്ടിയില്ലേ. ഇനി അത് 5ലൂടെ വീണ്ടും എന്ത് ചെയ്യണം? 2 + 3 + 4 ഇല്ലേ, അവിടെ 5 കിട്ടിയിട്ടിപ്പോൾ ഇനി 4 വേണമല്ലേ. അപ്പോൾ 5ൻ്റെ അവിടെ നിന്ന് വീണ്ടും 1 2 3 4 കണ്ടോ, 1 2 3 4. അപ്പോൾ ഏത് സംഖ്യ? വന്നപ്പോൾ എത്ര കിട്ടിയത്? 9 കിട്ടിയില്ലേ. അപ്പോൾ 2 + 3 + 4 = 9 കണ്ടോ. 2 + 3 കണ്ടോ, 2ൽ നിന്ന് 3 ടൈംസ് പോയി, അപ്പോൾ 5 കിട്ടി. 5ൽ നിന്ന് 4 ടൈംസ് പോകണം, 1 2 3 4 കിട്ടി, അപ്പോൾ 9. അപ്പോൾ 2ൽ നിന്ന് 2നോടൊപ്പം 3 ആഡ് ചെയ്തു, ദെൻ 4 ആഡ് ചെയ്തപ്പോൾ 9 എന്ന് കിട്ടി. കണ്ടോ, 2 + 3 + 4 = 9 കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾ നമ്പർ ലൈനിൽ വരച്ച് പഠിക്കണം. അതിൻ്റെ കണക്ക് തരുന്നുണ്ട് നിങ്ങൾക്ക്. ഇതേപോലെ വേണം നിങ്ങൾ ഇനി തരും, നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരുന്നുണ്ട്, അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം ഇങ്ങനെ ലൈൻ വരയ്ക്കണം. ലൈൻ വരച്ചതിൽ നമ്പർ മാർക്ക് ചെയ്യുക. 0 to 1 തുടങ്ങേണ്ടത്, 1 ഇട്ടിരിക്കണം, 0 to അങ്ങനെ വേണം നമ്പർ ഇടണം. എന്നിട്ട് ഏത് സംഖ്യയിൽ നിന്നാണ് തുടങ്ങേണ്ടത് അവിടെ നിന്ന് മുതൽ എത്ര സംഖ്യയാണോ ആഡ് ചെയ്തത് അത്രയും സംഖ്യ വരാവുക കേട്ടോ. അങ്ങനെയാണിത് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഓക്കെ. ഇനി നെക്സ്റ്റ്, സോനു ഹാസ് 4 dolls. സോനു ഹാസ് 4 dolls. 4 നമ്പർ അപ്പോൾ നിങ്ങൾ മനസ്സിൽ കൂട്ടട്ടോ, 4 നമ്പർ. ദെൻ ഹിസ് ബ്രദർ ഗിവ് 3 toys. 3 നമ്പർ കൊടുത്തു. സിസ്റ്റർ ഗേവ് 5 നമ്പറാണ് കൊടുത്തത്. 5 നമ്പർ കൊടുത്തു. ഇതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യണം. അങ്ങനെ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ എങ്ങനെയാണ് ഇത്? ആദ്യം സോനു ഹാസ് 4 dolls, 4 ഡോൾ ഉണ്ടായിരുന്നത്. പിന്നെ 3 എണ്ണം ബ്രദർ കൊടുത്തു. ആദ്യം 4 എണ്ണം കൊടുത്തു, പിന്നെ 3 എണ്ണം ബ്രദർ കൊടുത്തു, പിന്നെ 5 നമ്പേഴ്സ് ആര് കൊടുത്തു? സിസ്റ്റർ കൊടുത്തു. ഇത് 3ഉം കൂടിയിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ എത്രയാണ് കിട്ടുക എന്നാണ്. 4 + 3 + 5 എത്ര കിട്ടുകയെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 4ഉം 3ഉം കൂടി ആഡ് ചെയ്യണം. അങ്ങനെയാണ് 4ഉം 3ഉം കൂടി ആഡ് ചെയ്യണം. കണ്ടോ, 4 and 3 എത്ര നിങ്ങൾ നോക്കൂ. 4 and 3 7 കിട്ടിയത്. നിങ്ങൾ ആഡ് ചെയ്ത് നോക്കിയോ? 4 and 3 7 ആണ് കിട്ടുന്നത്. പിന്നെ ആ 7ലൂടെ എന്ത് വേണം? 5ഉം കൂടി ആഡ് ചെയ്യണം. 4 and 3 നിങ്ങൾ ആഡ് ചെയ്ത് നോക്കൂ, മനക്കണക്ക് ചൊല്ലണം അഡീഷൻ ടേബിളിലെ. 4ലൂടെ 3 ആഡ് ചെയ്യണം. 4 കഴിഞ്ഞാൽ 5 6 7 അല്ലേ, 5 6 7 അല്ലേ. 7നോട് കൂട്ട്, 7ൽ പിന്നെ എന്ത് ചെയ്യണം? വീണ്ടും 5 ആഡ് ചെയ്യണം. 7 കഴിഞ്ഞാൽ 8 9 10 12 10 11 12 അല്ലേ. 12 നമ്പറാണ് കിട്ടുക അല്ലേ. 12 ആണ് നമ്പർ കിട്ടുക അല്ലേ. അപ്പോൾ 4 + 3 + 7 = 12. അപ്പോൾ എത്ര ടോയ്സ് ഉണ്ടാവും? 12 ടോയ്സ് ഉണ്ടാവും. 4ലൂടെ 3 ചേർക്കാതെ, അപ്പോൾ 7 നമ്പർ കിട്ടുന്നു. 7ലൂടെ വീണ്ടും 5 ചേർക്കുന്നു, അപ്പോൾ 12 കിട്ടുന്നു. അപ്പോൾ നിങ്ങൾക്ക് അഡീഷൻ ടേബിൾ അറിയണം, നല്ലത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ എത്രയാണ്? ടോട്ടൽ ആ കുട്ടിയുടെ കയ്യിൽ 12 ടോയ്സ് ഉണ്ടാവും, 12 ഉണ്ടാവും. ആദ്യം 4ലൂടെ 3 കൂട്ടുക, അപ്പോൾ എത്ര കിട്ടുക? 7 കിട്ടും. പിന്നെ ആ 7 കൂടെ വീണ്ടും 5 കൂട്ടണം. 4ഉം 3ഉം കൂട്ടിയപ്പോൾ 7 കിട്ടി. പിന്നെ 5 ബാലൻസ് ഉണ്ട്, 5 വീണ്ടും കൂട്ടുന്നു, അപ്പോൾ 12 കിട്ടും. ഓക്കെ. അപ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ ടോട്ടൽ 12 കളിപ്പാട്ടങ്ങളുണ്ടാവും. ഇനി അത് നമ്പർ ലൈനിൽ എങ്ങനെ ചെയ്യുക എന്നാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്പർ ലൈനിൽ എങ്ങനെ ചെയ്യുക എന്നാണ്. കണ്ടോ, ലൈൻ വരച്ചിരിക്കുന്നു. ലൈൻ വരച്ച് നമ്പർ എഴുതിയിരിക്കുന്നു. ദെൻ ആദ്യം എത്ര ടോയ്സ് ഉണ്ടായിരുന്ന ആ കുട്ടിയുടെ കയ്യിൽ? 4 ടോയ്സ് ഉണ്ട്. 4 ടോയ്സ് മനസ്സിലായോ? 4 ടോയ്സ് ഉണ്ട്. പിന്നെ ആരാണ്? ബ്രദർ ഗേവ് 3 ടോയ്സ് കൊടുത്തപ്പോൾ 1 2 3 ആയപ്പോൾ എത്ര ഏത് നമ്പർ വന്നത്?
7 അല്ലേ, 7 ആണ് വന്നിരിക്കുന്നത്. പിന്നെ സിസ്റ്റർ എത്ര കൊടുത്തത്? 5 ടോയ്സ് കൊടുത്തു. അപ്പോൾ അതാ 7 നിന്ന് വീണ്ടും 1 2 3 4 5. അപ്പോൾ വിച്ച് ഇസ് ദ നമ്പർ? യെസ്, 12. കണ്ടോ? അപ്പോൾ 4നോടൊപ്പം 3 ചേർത്തപ്പോൾ 7 കിട്ടി. 7നോടൊപ്പം 5 ചേർത്തപ്പോൾ 12 കിട്ടി. അപ്പോൾ ഹൗ മെനി ടോയ്സ് ആർ ദർ? 4 + 3 + 5 = 12. ഇങ്ങനെയാണ് ഇത് നമ്പർ ലൈനിലും പിന്നെ അക്കത്തിലും കൂട്ടി കണ്ടുപിടിക്കും. മനസ്സിലായോ? ഇതുപോലെ നിങ്ങൾ ബാക്കിയുള്ള മാത്സൊക്കെ ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ അക്കങ്ങൾ വന്നാൽ എങ്ങനെയാണ്? 2 അക്കങ്ങൾ തമ്മിൽ ആദ്യം കൂട്ടണം. കണ്ടോ? 2 അക്കം തമ്മിൽ ആദ്യം കൂട്ടുക. പിന്നെ ആ കിട്ടിയ സംഖ്യയോടൊപ്പം അടുത്ത സംഖ്യ കൂട്ടുക. ഈ 2 അക്കങ്ങൾ ആദ്യം കൂട്ടുക, ആ കിട്ടിയ സംഖ്യയോടൊപ്പം അടുത്ത സംഖ്യ കൂട്ടുക. അപ്പോഴാണ് ടോട്ടൽ കിട്ടുക. മനസ്സിലായോ? അത് ഇങ്ങനെ നമ്പർ ലൈനിൽ ആഡ് ചെയ്ത് കാണിക്കുകയും വേണം, വരച്ച് കാണിക്കുകയും വേണം. മനസ്സിലായോ? അങ്ങനെയാണ് ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ള മറ്റ് എക്സസൈസുകളൊക്കെ വരുന്നത്. അപ്പോൾ ആദ്യത്തെ പോലെ ആൻസർ ഇങ്ങനെ പറഞ്ഞു തരുന്നില്ല, ഇതെല്ലാം നിങ്ങൾ ചെയ്യണം. ഞാൻ ആഡ് ദി ഫോളോയിങ് യൂസിങ് ദ നമ്പർ ലൈൻ. എന്താ നമ്പർ ലൈൻ ഉപയോഗിച്ച് ഇതൊക്കെ ചെയ്യണം. എന്താണ്? 1 + 5 + 3 കണ്ടോ? ദെൻ 5 + 1 + 6 കാണുന്നില്ലേ? ദെൻ 4 + 2 + 5 = ഹൗ മെനി കണ്ടെത്തണം. 5 + 3 + 6 ഹൗ മെനി അത് കണ്ടെത്തണം. പിന്നെ 3 + 2 + 5 = ഹൗ മെനി. ദെൻ 3 + 6 + 4 = ഹൗ മെനി. ഇതൊക്കെ ആൻസർ നിങ്ങൾ ഇതുപോലെ ആഡ് ചെയ്തിട്ട് കണ്ടെത്തണം. കേട്ടോ? നമ്മൾ നേരത്തെ ആഡ് ചെയ്ത പോലെ കണ്ടെത്തണം. ഇനി ഇതിൻ്റെ നിങ്ങൾ നമ്പർ ലൈൻ വരച്ചതിൽ കണ്ടെത്തണം. കണ്ടോ? ഇനി നമ്പർ ലൈൻ അല്ലാതെ കണ്ടോ ഇതോ കണ്ടെത്താനുള്ളത് എന്താണ്? സംഖ്യകൾ. ഇതൊക്കെ നമ്പർ ലൈനിൽ കണ്ടെത്താനുള്ളതാണ്. കണ്ടെത്താനുള്ളതാണത്. പിന്നെ ആഡ് ദ ഫോളോയിങ്. കണ്ടോ? ആഡ് ദ ഫോളോയിങ് കണ്ടില്ലേ? ആഡ് ദ ഫോളോയിങ് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ കാണും കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലുണ്ട് ആഡ് ദ ഫോളോയിങ്. അതേതാണ്? എന്താണ്? 5 + 4 + 6 കണ്ടോ? അതിൻ്റെ ആൻസർ കണ്ടെത്തണം. 7 + 4 + 5 അതിൻ്റെ ആൻസർ കണ്ടെത്തണം. 6 + 2 + 5 ദെൻ 5 + 5 + 4 8 + 3 + 6 3 + 5 + 4 ഇതെല്ലാം ആൻസർ നിങ്ങൾ കണ്ടെത്തണം. ഇതാണ് ഫുള്ളിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തണം സ്വന്തമായിട്ട്. അപ്പോൾ ആദ്യം നമ്പർ ലൈൻ വരച്ചത് നമ്പർ ലൈനിലാണ്, ഈ ഫസ്റ്റ് തന്നിരിക്കുന്ന നമ്പർ ലൈനിലാണ് ചെയ്യേണ്ടത്. പിന്നെ ഇത് അക്കത്തിൽ നിങ്ങൾ കൂട്ടിയിട്ട് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് ചെയ്ത് പകർത്തണം. ഓക്കെ ആണ് ഹോംവർക്ക്. അപ്പോൾ ശരിക്കും അഡീഷൻ ടേബിൾ ആയാൽ വേഗം മനസ്സിലാവും. നെക്സ്റ്റ് നോക്കാം. ഇനി സോൾവ് ദി വേർഡ് പ്രോബ്ലംസ്. ഇനി വീണ്ടും നമുക്ക് അക്കങ്ങൾ തമ്മിലുള്ള പ്രോബ്ലംസ് കാണാം. 4 boys are playing in a park. 4 boys are playing in a park. 3 boys and 4 girls joined them. After some time, how many children are there in total? നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. ഹോംവർക്ക് തന്നെയാണ്. എന്താണ്? 4 boys ആൻഡ് പിന്നെ 3 boys. ആദ്യം 4 boys ഉണ്ട്, പിന്നെ 3 boys വരുന്നു, ദെൻ പിന്നെ വീണ്ടും 4 girls വരുന്നു. കണ്ടോ? അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഹോംവർക്ക് ചെയ്യണം. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടത്? 4 + 3 + 4 കണ്ടെത്തുക. ഓക്കെ. ദെൻ ദർ ആർ 4 bananas, 3 apples ആൻഡ് 7 pomegranate. ഹൗ മെനി ടോട്ടൽ ഫ്രൂട്ട്സ് എത്രയാണെന്ന് കണ്ടെത്തണം. അപ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യേണ്ടത്? 4 + 3 + 7 അത് കണ്ടെത്തണം. ഓക്കെ. ഹോംവർക്കാണ് കേട്ടോ, ഒക്കെ ചെയ്തോളൂ. ദെൻ Krish has 5 pencils. Her uncle gave her 6 pencils and her aunt gave her 4 more pencils. How many pencils are there in all? എത്ര ഉണ്ട് എന്ന് കൃഷിൻ്റെ കയ്യിൽ കണ്ടക്കിയെന്നില്ലേ? കൃഷിൻ്റെ കയ്യിൽ 5, കൃഷിൻ്റെ കയ്യിൽ എത്രയാണ്? 5 പെൻസിലുണ്ട്. അങ്കിള് 6 പെൻസിൽ കൊടുത്തു. ആൻറ്റി എത്ര കൊടുത്തു? 4 പെൻസിൽ കൊടുത്തു.
അപ്പോൾ ടോട്ടൽ എത്ര പെൻസിൽ ഉണ്ടാവും എന്ന് കണ്ടത്. ടെക്സ്റ്റ് ബുക്കിൽ ഇതൊക്കെ കേട്ടോ, എത്ര പെൻസിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത്? 5 + 6 + 4 എത്രയാണെന്ന് നിങ്ങൾ കണ്ടെത്തണം. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ, ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കണ്ടെത്തിക്കോളൂ. ദെൻ കാവേരി ഹാസ് 6 സ്റ്റോറി ബുക്സ്. കാവേരിയുടെ കയ്യിൽ 6 സ്റ്റോറി ബുക്ക് ഉണ്ട്, കഥാപുസ്തകങ്ങളുണ്ട്. 7 കളേർഡ് ബുക്സ്, കളർ ചെയ്യാനുള്ളത് 7 എണ്ണമുണ്ട്. ദെൻ റൈം ബുക്സ് 5 നമ്പേഴ്സ് ഉണ്ട്. റൈം ബുക്സ് 5 നമ്പേഴ്സ് ഉണ്ട്. 6 സ്റ്റോറി ബുക്സ് ഉണ്ട്, 7 പിന്നെ കളറിങ് പുസ്തകങ്ങളുണ്ട്, 5 റൈം ബുക്സ് ഉണ്ട്. അത് ടോട്ടൽ അപ്പോൾ എത്ര ബുക്ക് ഉണ്ട് അവളെ കയ്യിൽ നിന്ന് കണ്ടെത്തണം. എങ്ങനെ വെച്ചാൽ കണ്ടെത്തുക? 6 + 7 + 5 കണ്ടെത്തണം. അത് കണ്ടെത്തിക്കോളൂ കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലുണ്ട് ചോദ്യങ്ങളൊക്കെ. ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ എഴുതിയതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടെത്തുക. ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. ആഡ് ചെയ്ത് കണ്ടെത്തുക. ഓക്കെ. നെക്സ്റ്റ് പഠിക്കാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് അഡീഷൻ. പ്രോപ്പർട്ടീസ് ഓഫ് അഡീഷൻ അതിൽ പറഞ്ഞിരിക്കുന്നത് ആഡിങ് 0 to a number gives the number itself. ഏത് നമ്പറിനോടൊപ്പം 0 ചേർത്താലും ആ നമ്പർ തന്നെ കിട്ടും. ഉണ്ടോ? ഏത് നമ്പറിനോടൊപ്പം 0 ചേർത്താലും ആ നമ്പർ തന്നെ കിട്ടും. ഇവിടെ കൊടുത്തിരിക്കുന്നു 3 + 0 = 3, 8 + 0 = 8, 12 + 0 = 12. ഏത് സംഖ്യയോടൊപ്പം 0 ആഡ് ചെയ്താൽ എന്താ കിട്ടുക? ആ സംഖ്യ തന്നെയാണ് കിട്ടുക. ആഡിങ് 0 to a number gives the number itself. 3 + 0 = 3, then 8 + 0 = 8, 12 + 0 = 12. ഏത് സംഖ്യയോടൊപ്പം 0 ആഡ് ചെയ്യുമ്പോൾ ആ സംഖ്യ തന്നെ കിട്ടുന്നു. ഇനി നെക്സ്റ്റ് ആഡിങ് 1 to a number gives the next number. ആഡിങ് 1, ആഡിങ് 0, 3 + 0 = 3, 8 + 0 = 8, 12 + 0 = 12. ഇനി ആഡിങ് 1, ഏതൊരു സംഖ്യയോടൊപ്പം 1 ചേർത്താൽ നെക്സ്റ്റ് നമ്പർ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ 6 + 1 = 7. 6 കഴിഞ്ഞാൽ 7 അല്ലേ? 6 കഴിഞ്ഞാൽ 7 ആണ്. അപ്പോൾ ഏത് സംഖ്യയോടൊപ്പം 1 ചേർത്താൽ നെക്സ്റ്റ് നമ്പർ കിട്ടുന്നു. 6 + 1 = 7, 9 + 1 = 10, 12 + 1 = 15 + 1 = 16. അപ്പോൾ 6 കഴിഞ്ഞാൽ 7 തന്നെയാണ് അല്ലേ? 6 കഴിഞ്ഞാൽ 7 ആണ്. അപ്പോൾ 6നോടൊപ്പം 1 ചേർത്താൽ 7 കിട്ടി. 9 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ ഈസ് 10. 9നോടൊപ്പം 1 ചേർത്താൽ 10 കിട്ടി. 15 + 1 = 16. 15 കഴിഞ്ഞാൽ 16 തന്നെയാണ് അല്ലേ? 15നോടൊപ്പം 1 ചേർത്താൽ 16 കിട്ടുന്നു. അപ്പോൾ ആഡിങ് 1ൻ്റെ പ്രത്യേകത എന്താണ്? ആഡിങ് 1 to a number gives the next number. അല്ലേ? ഇതിനോടൊപ്പം 1 ചേർത്താൽ നെക്സ്റ്റ് നമ്പർ കിട്ടുന്നതായിരിക്കും എന്നാണ്. ഇനിയോ നെക്സ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് നോക്കൂ, അവിടെ സ്പെഷ്യാലിറ്റി എന്താണ്? 5 + 3 = 8 അല്ലേ? 3 + 5 = 8 അല്ലേ? 5 + 3 = 8 ആണ്. 5ഉം 3ഉം കൂട്ടിയപ്പോൾ എത്ര കിട്ടുന്നു? 8 കിട്ടുന്നു. 3ഉം 5 കൂട്ടിയപ്പോഴും 8 കിട്ടുന്നു. അത് നോക്കൂ. 4 + 5 = 9, 5 + 4 = 9. ഇത് രണ്ട് തരത്തിൽ കൂട്ടിയാലും 9 കിട്ടും. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇതാ 2 + 5 + 1 = എത്ര കിട്ടുന്നത്? 2 + 5 + 1 = 8 അല്ലേ? 1 + 2 + 5 = 8, 5 + 1 + 2 = 8. ഇത് എങ്ങനെ? ഇത് കണ്ടോ? അതൊരു പിന്നെ 3 അക്കങ്ങളും മാറി മാറി ഇട്ട് കൂട്ടിയപ്പോൾ എത്ര കിട്ടിയത്? കറക്റ്റ് നമ്പർ തന്നെ കിട്ടുന്നത്. ഇവിടെ നോക്കൂ, 5 and 3 തന്നെയാണ് എന്ത്? 3 and 5 കണ്ടോ? 5 and 3 തന്നെയാണ് 3 and 5. അപ്പോൾ കറക്റ്റ്, എൻ്റെ ആൻസർ കറക്റ്റാണ്. മനസ്സിലായോ? ദെൻ 4 and 5 തന്നെയാണ് എന്ത്? 5 and 4 അല്ലേ? 4 and 5 തന്നെയാണ് 5 and 4. അപ്പോൾ എൻ്റെ ആൻസർ ഈസ് 9. അപ്പോൾ ഇവിടെ 2ഉം 5ഉം 1ഉം ഉണ്ട്. ഇവിടെയും 1ഉം 2ഉം 5ഉം ഉണ്ട്. ഇവിടെ 5ഉം 1ഉം 2 ഉണ്ട്. സ്ഥാനം മാറിയെന്നേ ഉള്ളൂ. ആൻസർ ഈസ് ദ സെയിം അല്ലേ? അപ്പോൾ ഇങ്ങനെ സംഖ്യകൾ തരും നിങ്ങൾക്ക്. ഇതുപോലത്തെ നോക്കിക്കോളൂ, ഇതുപോലത്തെ മാത്സാണ് ഇനി തരാൻ പോണത്. എന്താണ്? ഏത് സംഖ്യയോടൊപ്പം 0 ആഡ് ചെയ്താൽ എന്താണ്?
സെയിം സംഖ്യ തന്നെ കിട്ടുന്നു. ഏത് സംഖ്യയോടൊപ്പം 1 ആഡ് ചെയ്ത് കിട്ടുന്നു? നെക്സ്റ്റ് നമ്പർ കിട്ടുന്നു. ഏത് സംഖ്യ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഒരേപോലെ മാറിയിട്ടാൽ എന്താണ്? സെയിം ആൻസർ തന്നെ കിട്ടുന്നു. മനസ്സിലായോ? ഇതിനെ ബേസ് ചെയ്തുള്ള പിന്നെ എന്താണ് എക്സാമ്പിളാണ് ഇനി തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടെത്തണം കേട്ടോ. അങ്ങനെ കണ്ടെത്തണേ. അപ്പം നോക്കാം. ആഡ് ദി ഫോളോയിങ്. കണ്ടോ? ആഡ് ദി ഫോളോയിങ് എന്താണ്? 5 + 0. ഈ സംഖ്യയോടൊപ്പം 0 കൂട്ടിയാൽ എന്താണ് കിട്ടുക? 30 + 0. ഈ സംഖ്യയോടൊപ്പം 0 കൂട്ടിയാൽ എന്താണ് കിട്ടുക എന്ന് ഓർത്തോളൂ. ആൻസർ ചെയ്യണം. ദെൻ 15 + 1 = 0. ഏത് സംഖ്യയോടൊപ്പം 1 ചേർക്കുമ്പോൾ എന്താണ് കിട്ടുക എന്ന് നേരത്തെ പഠിച്ചു അല്ലേ? ദെൻ 25 + 1 = ഹൗ മെനി? 25നോടൊപ്പം 1 ചേർത്താൽ എത്രയാണ്? അപ്പോൾ ആ തിയറി നോക്കി ഫില്ല് ചെയ്യുക. പിന്നെ ഇതാ ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പേഴ്സ്. വിട്ടുപോയിട്ടുണ്ട്, അത് ചേർക്കുക. വിട്ടുപോയത് ചേർക്കുക. എന്താണ്? 2 + 6 = ഹൗ മെനി? 2 6 കൂട്ടിയാൽ എത്രയാണ്? അപ്പോൾ അത് തിരിച്ചെഴുതിക്കണത് 6 + - 8 എന്ന്. ഇതുപോലെ തന്നെ ഇവിടെ എഴുതണം അല്ലേ? അപ്പോൾ ഏതാ വിട്ടുപോയത് നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, ഫൈൻഡ് ഇറ്റ്. ദെൻ 3 + 4 + 2 = ഹൗ മെനി? 3 4 2 കൂടി കൂട്ടിയാൽ എത്രയാണ് കിട്ടുക? അതിന് 2 + 4 + - 9 അല്ലേ? എന്താണ് പ്രത്യേകത കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടെത്തുന്നതായിട്ട് ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ അതിനെ എഴുതാൻ കിട്ടും. സംശയമുണ്ട് ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ മതി. ഓക്കെ, ആൻസർ നിങ്ങൾ കണ്ടെത്തണം. ചോദ്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഒക്കെ നിങ്ങൾ ശരിക്കും അഡീഷൻ പഠിക്കുന്നതുകൊണ്ട് അറിയും. ഇനി അഡീഷൻ ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ്. 2 അക്ക സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നതാണ് വീണ്ടും റിപ്പീറ്റേഷൻ വരുന്നത്. 2 അക്ക സംഖ്യകൾ കൂട്ടുക. എന്താണ്? ഇതിലേക്ക് നോക്കൂ. ഏതൊക്കെയാണ് അഡീഷൻ 2 ഡിജിറ്റ് നമ്പേഴ്സ്? 2 അക്ക സംഖ്യകൾ തമ്മിൽ കൂട്ടുകയാണ്. ഏതാ നിങ്ങൾ 2 അക്ക സംഖ്യ കാണുന്നത്? 22 + 25 അല്ലേ? 22ഉം 25ഉം തമ്മിൽ ആഡ് ചെയ്യാണ് അല്ലേ? ഏതൊക്കെയാണ്? 22 and 25. 2 സംഖ്യകൾ 22 and 25 തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ 10s ഉം 1s ആക്കിയിട്ട് എഴുതണം അല്ലേ? 10s ഉം 1s ആക്കിയിട്ട് എഴുതിയിരിക്കണം. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 25 അല്ലേ? 25 1s സ്ഥാനത്ത് 1s ഉം 10s ഒക്കെ എഴുതും. 22 + 25 കണ്ടില്ലേ? കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ചെയ്യണം 1s സ്ഥാനത്താണ് ആദ്യം 1s തുടങ്ങേണ്ടത്. എത്ര ഒറ്റകൾ എന്നുണ്ടെന്ന് കാണണ്ടല്ലേ? ഒറ്റകൾ എത്ര എന്നാണ് നമ്മൾ കാണേണ്ടത്. 2ഉം 5ഉം കൂടി ആഡ് ചെയ്ത് നിങ്ങൾ അഡീഷൻ ടേബിൾ ചൊല്ലിക്കോളൂ. 5ൻ്റെ അല്ലെങ്കിൽ 2ൻ്റെ ചൊല്ലിക്കോളൂ. അപ്പോൾ കിട്ടും ആൻസർ എത്രയാണ്? 2 and 5 എത്രയാണ്? 2 5 കൂടെ എഴുതിയിട്ടുണ്ട്. 7 ആണ് കിട്ടുന്നത് അല്ലേ? 2 and 5 7 ആണ്. അഡീഷൻ ടേബിൾ മനസ്സിൽ ചൊല്ലണം കേട്ടോ. അപ്പോൾ ഇവിടെ 7 കിട്ടി. അപ്പോൾ ഇനി ഇവിടെ 1s അപ്പോൾ 7 കിട്ടി. ഇനി 10s സ്ഥാനത്ത് കൂട്ടിക്കണോ? 1s സ്ഥാനത്തുള്ള കൂട്ടിയപ്പോൾ 7 കിട്ടി. ഇനി 10s തമ്മിൽ കൂട്ടണം. ഇതാണ് 2 and 2. 2 and 2 എത്രയാണ്? 4. ഇവിടെ ആൻസർ ഉണ്ട്. പക്ഷേ ഇനി നിങ്ങൾക്ക് തരാനുള്ള കണക്കുകളിലൊന്നും ആൻസർ ഉണ്ടാവില്ല. നിങ്ങൾ അഡീഷൻ ടേബിൾ ചൊല്ലിയിട്ട് ആഡ് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ 2 and 2ഉം 2 and 5ഉം കൂടി കൂട്ടണം. 25ഉം 22ഉം ആഡ് ചെയ്യുമ്പോൾ ആദ്യം 1s അവിടെ കൂട്ടിയപ്പോൾ 2ഉം 5ഉം ആഡ് ചെയ്തപ്പോൾ 7 കിട്ടി. ദെൻ 2 2 ആഡ് ചെയ്തപ്പോൾ 4 കിട്ടി. കണ്ടോ? 1s ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? 2ഉം 5ഉം ആഡ് ചെയ്തപ്പോൾ 7 കിട്ടി. 2 2ഉം ആഡ് ചെയ്തപ്പോൾ 4ഉം കിട്ടി. അപ്പോൾ ആൻസർ ഈസ് 47. അപ്പോൾ എന്താണ്? 20 + 22 + 25 = 47. ഇത്രയാണ് 22 25 കൂട്ടിയ ഉത്തരം എത്രയാണ്? 47 അല്ലേ? 47. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 47 എന്ന് ആൻസർ കിട്ടി. 47 ആണ് ആൻസർ. ഓക്കെ, ഇതുപോലെ നിങ്ങൾ ഈ ആൻസർ എല്ലാം കാണണം. ഇതുപോലെ ഇതിൻ്റെ എല്ലാ ആൻസർ കാണണം. ഏതാണ്? 54 + 23 ഉണ്ടോ? ഇത് എല്ലാം ഇത് മൊത്തം നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ആൻസർ ചെയ്യണം. കണ്ടോ? ഇപ്പോൾ നേരത്തെ ചെയ്തതുപോലെ 10s ഉം 1s ഉം കണ്ടിട്ട് ശരിക്കും നിങ്ങൾ ആൻസർ ചെയ്യണം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഇതുപോലെ ആൻസർ ഉദാഹരണം പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ ആൻസർ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, 63 + 15 ആണ് ലാസ്റ്റ് വരുന്നത്. ഇനി എന്താണ്? അഡീഷൻ ഓഫ് 3 2 ഡിജിറ്റ് നമ്പേഴ്സ്. അഡീഷൻ ഓഫ് 3 2 ഡിജിറ്റ് നമ്പേഴ്സ്. അങ്ങനെ 2 ഡിജിറ്റ് നമ്പേഴ്സ് 3 തവണ ആഡ് ചെയ്യുക. നമ്മൾ 2 അല്ലേ?
നേരത്തെ നമ്മൾ 2 നമ്പേഴ്സിൽ ആഡ് ഇവിടെ 1 2 3 ടൈംസ് ഉണ്ട് 2 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ. എന്താണ്? there are 25 story books. There are 25 story books, 31 pictures book, then 12 rhymes book on a shelf. എന്താണ്? 25 സ്റ്റോറി ബുക്ക് ഉണ്ട് ഒരു ഷെൽഫിൽ, പിന്നെ 31 പിക്ചർ ബുക്ക് ഉണ്ട് ഒരു ഷെൽഫിൽ, 12 റൈമിംഗ് ബുക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആഡ് ചെയ്യുമ്പോൾ എഴുതേണ്ടത്? 25 പ്ലസ് 31 പ്ലസ് 12 എന്ന് എഴുതണം. അങ്ങനെ എഴുതും. 25 പ്ലസ് 31 പ്ലസ് 12 എന്ന് എഴുതണം. എന്നിട്ട് അത് ഇങ്ങനെ എഴുതുകയും വേണം. എങ്ങനെ എഴുതുക? ടെൻസും വൺസാക്കി എഴുതണം. 25 31 12 ഇങ്ങനെ എഴുതിയിട്ട് അത് ഇങ്ങനെ എഴുതണം, എടുത്തെഴുതണം. നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എന്നിട്ട് അത് നമ്മൾ വൺസിൻ്റെ സ്ഥാനത്താണ് ആഡ് ചെയ്യുക അല്ലേ? വൺസിൻ്റെ സ്ഥാനത്തല്ലേ ആദ്യം ആഡ് ചെയ്യുക? വൺസാണ് ആദ്യം ആഡ് ചെയ്യുക. അപ്പോൾ എത്രയാണ്? 5 പ്ലസ് 1. 5 പ്ലസ് 1 എത്രയാണ്? 5 പ്ലസ് 1 എത്രയാണ് കിട്ടുക? 6 കിട്ടും അല്ലേ? 6 പ്ലസ് 2, 6നോടൊപ്പം 2 ചേർക്കും. അപ്പോൾ ഇവിടെ എത്ര കിട്ടുക? 8 കിട്ടും അല്ലേ? 2 പ്ലസ് 1 അല്ലേ? 3 ആണ്. 3 ആൻഡ് 5 8 കിട്ടും. ഇവിടെ 8 ആൻസർ കിട്ടി. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? ടെൻസ് കൂട്ടണല്ലേ? ടെൻസ് കൂട്ടണ്ടേ? ആ ടെൻസ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാൽ വേറെ എഴുതി കൂട്ടിയേക്ക്. എന്താണ്? ടെൻസിൻ്റെ ടി എന്ന് പറഞ്ഞാൽ ടെൻസും ഓ പറഞ്ഞ വൺസും ആണ് കേട്ടോ. അപ്പോൾ ടെൻസിൻ്റെ കൂട്ടണം. അപ്പോൾ ഇവിടെ വൺസിൽ 8 കിട്ടി. ഈ ടെൻസിൽ എന്ത് ചെയ്യണം? 1 3 1ഉം 3ഉം കൂട്ടി എത്ര കിട്ടുക? 4 4 2 കൂട്ടി എത്ര കിട്ടുക? 4 and 2 6 അല്ലേ? ഉണ്ടോ ആൻസർ? കണ്ടോ? ആദ്യം വൺസ് കൂട്ടുക, 3 കൂട്ടിയപ്പോൾ 8 കിട്ടി. ദെൻ ടെൻസ് കൂട്ടുക, ടെൻസ് കൂട്ടുമ്പോൾ 6 കിട്ടി. അപ്പോൾ ആൻസർ ഈസ് എത്രയാണ്? ആൻസർ ഈസ് 68 അല്ലേ? 68 ആണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ എത്ര ബുക്ക് ഉണ്ട് ടോട്ടൽ? 68 പുസ്തകമുണ്ട് ആ ഷെൽഫിനകത്ത്. അതാണ് മാത്സ്. കണ്ടോ? 68 ബുക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ ആദ്യം എഴുതണം. പിന്നെ ഇങ്ങനെ വെച്ച് ടെൻസും വൺസും ആക്കി എഴുതിയിട്ട് ആദ്യം വൺസ് ആഡ് ചെയ്യണം, പിന്നെ ടെൻസ് ആഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ്? അപ്പോൾ 68 ബുക്കാണ് ആ ഷെൽഫിലുണ്ടായിരുന്നതെന്ന് മനസ്സിലായി അല്ലേ? അങ്ങനെയാണ്. അപ്പോൾ 68 എന്ന് ആൻസർ കിട്ടി. മനസ്സിലായില്ലേ? അതുപോലെ നിങ്ങൾ അടുത്ത കണക്കുകളൊക്കെ ചെയ്യണം. ടെൻസും വൺസും ഇട്ടൊക്കെ നോക്കിയിട്ട് അടുത്ത എല്ലാ ആൻസറും നിങ്ങൾ കണ്ടെത്തണം കേട്ടോ. ഇതാണ് ബാക്കിയുള്ളതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുണ്ടേനും ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഇതൊക്കെ. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് ഇതെല്ലാം പകർത്തണം, സ്വന്തമായി ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ മോഡലിലാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ എഴുതണം. ആദ്യം കിട്ടിയത് എന്ത് ചെയ്യണം? ഇങ്ങനെ എഴുതണം. സംഖ്യ എടുത്ത് എഴുതിയിട്ട് പിന്നെ ടെൻസും വൺസാക്കി എഴുതി ആഡ് ചെയ്തിട്ട് ഇങ്ങനെ കണ്ടെത്തും. ഓക്കെ? അങ്ങനെ എല്ലാ കണക്കും നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്ത് കാണിക്കണം. ഇനി റീഗ്രൂപ്പിംഗ് ഇൻ അഡീഷൻ. റീഗ്രൂപ്പ് ചെയ്യുക, വീണ്ടും വീണ്ടും ഗ്രൂപ്പാക്കുകയാണത്. അതെങ്ങനെയാണെന്ന് നോക്കാം. റീഗ്രൂപ്പിംഗ് ഇൻ അഡീഷൻ എന്നാണ്. നമുക്ക് 15 18 40 അത് നമുക്ക് ആദ്യം റീഗ്രൂപ്പ് എങ്ങനെയാക്കുക നോക്കാം. അപ്പം നമുക്കറിയാം എന്താണ്? റിമെമ്പർ 10 ones equal to 110. ഒരു 10 എത്ര ഒറ്റകളുണ്ടെന്ന്, എത്ര ഒന്നുണ്ടാവും? 10 ഉണ്ടാവും അല്ലേ? 10 into 1 ആണ് 10 അല്ലേ? 10 into 1 ആണ് 10. 10 ഒന്നാണ് 10 അല്ലേ? അപ്പോൾ ഒരു 10 എത്ര ഒറ്റകളുണ്ടാവും അല്ലേ? ഒരു 10 എത്ര ഒറ്റകളുണ്ടാവും? 10 ഒറ്റകളുണ്ടാവും അല്ലേ? 10 ഒറ്റകൾ ചേർന്നാണ് ഒരു 10 ആവുക അല്ലേ? ഒരു 10 ആണ് 10. അങ്ങനെ നമുക്ക് 15 പിന്നെ ഡിവൈഡ് ചെയ്യണം. 15 ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ട് തരത്തിൽ ഡിവൈഡ് ചെയ്യാം അല്ലേ? 50 വൺസാക്കിയിട്ടും 15 ഒറ്റകളുണ്ട് അല്ലേ? 15 ഒന്നുകളുണ്ട് എന്ന് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ പിന്നെ ഒരു 10ഉം 5 ഒറ്റകളുമുണ്ട്, ഒന്നുകളുമുണ്ട്. അങ്ങനെ ഡിവൈഡ് ചെയ്യാം. ആദ്യം 15 ഒന്നുകളുണ്ട് എന്ന് ഡിവൈഡ് ചെയ്യാം. പിന്നെ ഒരു 10ഉം 5 ഒന്നുകളും ഉണ്ട് എന്ന് ഡിവൈഡ് ചെയ്യാം. ഒരു 10 10 ദെൻ 5 ഒറ്റ അല്ലേ? അങ്ങനെ ഡിവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ 18 നോക്കൂ. 18ൽ 18 വൺസ് ഉണ്ട്, 18 ഒന്നുകളുണ്ട്. അങ്ങനെ ഡിവൈഡ് ചെയ്യാം. പിന്നെ 10 ആക്കിയിട്ട് 10 സെറ്റ് ആക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 10ഉം ഉണ്ട്, 8 ഒറ്റയുണ്ട് അല്ലേ? 10 and 8 അല്ലേ 18. 10 and 5 അല്ലേ 15. 10 and 5 ആണ് 15. 10 and 8 is 18 അല്ലേ?
അപ്പോൾ ഇവിടെ 1 10 ഉണ്ട്, 8 ഒറ്റകളും ചേർന്നാലാണ് 18 ആവുക. ഇനി 14 എത്ര? 14 വൺസ് ഉണ്ട്, 14 ഒന്നുകളുണ്ട് അല്ലേ? 14 ഒന്നുകളുണ്ട്, അല്ലെങ്കിൽ 1 10 and 4 ones. ഒരു 10 ഉണ്ട്, 4 ഒന്നുകളുണ്ട്. 1 10 is equal 1 10 10 then 4 ones. അങ്ങനെ 14 എത്ര? 14 ഒന്നുകളുണ്ട്. ഒരു തരത്തിൽ അങ്ങനെ എഴുതാം. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിലോ ഒരു 10 ഉണ്ട്, 4 ഒന്നുകളും ഉണ്ട് എന്ന് എഴുതാം. മനസ്സിലായോ? അങ്ങനെ ഓരോന്നും നമ്മൾ ഡിവൈഡ് ചെയ്ത് എഴുതണം. അങ്ങനെ ഇതേപോലെ നിങ്ങൾ ഇനി തരുന്ന സംഖ്യകളൊക്കെ നിങ്ങൾ ഡിവൈഡ് എഴുതണം. മനസ്സിലായോ? അങ്ങനെ ഓരോ സംഖ്യ തരും, ഹോംവർക്ക് തരുന്നുണ്ട്. അതിൽ നിങ്ങൾ ഇതേ മാതൃകയിൽ നിങ്ങൾ മറ്റതൊക്കെ കാണണം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ 15ന് 2 തരത്തിൽ മാറ്റിയാണ്. ഒന്ന് 15 ഒന്നുകളുണ്ടെന്ന് പറയുന്നു, അങ്ങനെ ഒരു സെക്ഷൻ. പിന്നെ ഒരു 10 ഉണ്ട്, 5 ഒന്നുണ്ട്. ഒരു 10 പിന്നെ 5 ഒന്നുകളുണ്ട്. 18ലാണെങ്കിൽ 18 ഒന്നുകളുണ്ട്, ഒരു സെക്ഷൻ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു 10 ഉണ്ട്, 8 ഒന്നുകളുണ്ട്. 14 ആണെങ്കിൽ 14 വൺസ് ഉണ്ട്, 14 ഒന്നുകളുണ്ട്. ദെൻ 1 10 and 4 ones. ഒരു 10 ഉണ്ട്, 4 ഒന്നുകളുണ്ട്. അതുപോലെ ഇനി തരുന്ന സംഖ്യകളൊക്കെ നിങ്ങൾ കാണണം എന്നാണ് പറയണത്. അടുത്തെന്താണ്? ഇവിടെ 38 ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. 38 ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? 3 10സും 8 വൺസും ഉണ്ട്. 3 10 പറഞ്ഞാൽ 3 10 എന്ന് പറഞ്ഞാൽ 30. 8 വൺസ് എന്ന് പറഞ്ഞാൽ 8 തന്നെ അല്ലേ? അപ്പോൾ 30ഉം 8ഉം എത്രയാണ്? 38. 3 10s 30 and 8 ones 8 തന്നെ. അപ്പോൾ 30 and 8 38. അങ്ങനെ ഒരു വിഭജനം നടത്താം. അല്ലെങ്കിലോ 2 10s and 18 ones. 2 10s പറഞ്ഞാൽ എത്രയാണ്? 20. 2 10s പറഞ്ഞാൽ 20. 20യും പിന്നെ 18 വൺസും. 20ഉം 18 ഒറ്റകളും ചേർന്നാൽ 38 ആവും. അതിന് 2 തരത്തിൽ ഡിവൈഡ് ചെയ്യാന്നാണ് പറയുന്നത്. ഇനി 45 നോക്കൂ. 45 എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കണേ? 4 10s and 5 ones. 4 10ഉം 5 ഒറ്റകളും ഒന്നുകളും അങ്ങനെ ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ എങ്ങനെ ഡിവൈഡ് ചെയ്യാം? 3 10s and 15 ones. 15 ഒന്നുകളും എന്ന് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 3 10s എത്രയാണ്? 30. 15 തോണ് 15, 30ഉം 15ഉം 45 എന്ന് കിട്ടും. ഇതുപോലെ നിങ്ങൾ ഇതൊക്കെ ഈ 3 എണ്ണം ഡിവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇതുപോലെ ഇത് 3 എണ്ണം ഡിവൈഡ് ചെയ്ത്. അപ്പോൾ ഇവിടെ 38ൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 10ആയി. ഇവിടെ 45ൽ ഇങ്ങനെ എഴുതുമ്പോൾ 3 10ആയി. അപ്പോൾ 23ൽ എത്ര 10? 67 അങ്ങനെ നോക്കിയാൽ മതി കേട്ടോ. 66ൽ എത്ര 10? 79ൽ എത്ര 10? ഇതിങ്ങനെ എഴുതുക, ഇങ്ങനെ എഴുതുക. 2 തരത്തിലും നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം. ഓക്കെ, മനസ്സിലായോ? എന്നിട്ട് എഴുതി കാണിക്കൂ കേട്ടോ. അപ്പോൾ സംശയം നമുക്ക് നോക്കാം. അപ്പോൾ 2 തരത്തിൽ എഴുതാൻ പറ്റും അല്ലേ? 2 തരത്തിൽ എഴുതാനായിട്ട് പറ്റും. 45ലാണെങ്കിൽ 4 10സും 5 onesഉം അങ്ങനെ ഡിവൈഡ് ചെയ്ത്, പിന്നെ 3 10സും 15 ones. അതുപോലെ ഇത് ഈ മോഡലിൽ ഇതൊക്കെ ചെയ്യുക ഹോംവർക്ക്. മനസ്സിലായോ? ഓക്കെ, ഇതുപോലെ ചെയ്യുക. അത് കഴിഞ്ഞു. ഒക്കെ നിങ്ങൾക്ക് അഡീഷൻ ടേബിൾ അറിഞ്ഞില്ലെങ്കിൽ ഭയങ്കര കഷ്ടമാണ്. നന്നായി പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അഡീഷൻ ഓഫ് 2 digit numbers with 1 digit number നമുക്ക് കാണിച്ചു ചെയ്യേണ്ടത്. നെക്സ്റ്റ് എന്താണ്? കിരണിന് 19 ടോയ്സ് കാർ ഉണ്ടായിരുന്നു കേട്ടോ. ടോയ്സ് കാർസ്. കാർ കളിപ്പാട്ടം കിരണിന് 19 ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെയോ ശ്യാമിന് 5 എണ്ണം ഉണ്ടായിരുന്നു. 5 ടോയ്സ് കാർ ഉണ്ടായിരുന്നു. കിരണിന് 19 നമ്പേഴ്സ് ഉണ്ടായിരുന്നു, 19 ഉണ്ടായിരുന്നു. ശ്യാമിന് 5 എണ്ണം ഉണ്ടായിരുന്നത്. അപ്പോൾ ഹൗ മനി എത്ര ടോയ് കാർസ് ഉണ്ടാവുന്നതാണ്? കളിപ്പാട്ടങ്ങൾ എത്ര എണ്ണം ഉണ്ടാവും ടോട്ടൽ? കിരണിന് 19 ഉണ്ട്, ശ്യാമിന് 5. കിരണിന് 19 എണ്ണം ഉണ്ട്, ശ്യാമിന് 5 എണ്ണം ഉണ്ട്. അപ്പോൾ മൊത്തം എത്ര കളിപ്പാട്ടങ്ങൾ ഉണ്ടാവുന്നതാണ്? അപ്പോൾ നമ്മളെങ്ങനെയാണ് ഇവിടെ കിരണിൻ്റെ 19ഉം ശ്യാമിൻ്റെ 5ഉം കൂടിയിട്ട് ആഡ് ചെയ്യണം അല്ലേ? 19 + 5 ആഡ് ചെയ്യണം. 19 + 5 ആഡ് ചെയ്യണം. അപ്പോൾ എത്രയാണ് കിട്ടുക എന്ന് ഇവിടെ നമ്മൾ ടോട്ടൽ ചെയ്യുന്നത് കണ്ടോ? 10s 1s ആക്കിയിട്ട് എഴുതണം കണ്ടോ? 10s 1s ആക്കി എഴുതുമ്പോൾ എത്രയാണ്?
19 പ്ലസ് 5. 19 പ്ലസ് 5. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം വൺസ് അല്ലേ കൂട്ടുക? വൺസ് ആണ് ആദ്യം ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ എത്രയാണ്? 9 പ്ലസ് 5. 9 പ്ലസ് 5 എത്ര കിട്ടുക? 14 ആണ് കിട്ടുക. 14 എന്ന് കിട്ടും. 14 എന്ന് കിട്ടുമ്പോൾ 14 നമുക്കിവിടെ 4 എഴുതാൻ പാടുള്ളൂ. കാരണം വൺസിൻ്റെ അടുത്ത് ഒരക്കല്ലേ എഴുതാൻ പാടുള്ളൂ, ഒരക്ക. അതിൽ 14ത്തെ വരുന്ന ബാക്കി ബാലൻസ് ഇവിടെ 4 എഴുതി. അപ്പോൾ 14 ആകുമ്പോൾ 14, 1 4 എന്നല്ലേ എഴുതുക അല്ലേ? അപ്പോൾ 14 4 എഴുതി. ബാക്കി ആ 1 എന്ത് ചെയ്യണം? ടെൻസിൻ്റെ ഇവിടേക്ക് കൊടുക്കണം. ഇവിടെ 4 എഴുതണം. 9 പ്ലസ് 5 14 ആണ്. 14 ഇവിടെ എന്ത് ചെയ്ത്? 4 എന്ന് എഴുതിയിട്ട് ആ 1 ടെൻസിന് കൊടുത്തു. 14 എഴുതുമ്പോൾ 1 4 എന്നല്ലേ? അപ്പോൾ അതായിരിക്കും വൺസിൻ്റെ സ്ഥാനത്ത് 4 ആയിരിക്കും, ടെൻസിൻ്റെ സ്ഥാനത്ത് 1 ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ 4 ഇവിടെ എഴുതിയിട്ട് ബാക്കി ടെൻസിന് കൊടുക്കുകയാണ് 1. നമുക്ക് എന്ത് ചെയ്യണം? ടെൻസ് കൂട്ടണം അല്ലേ? ടെൻസ് ഇതാ കൂട്ടിയേക്കണു. ഇവിടെ 1 ഉള്ളൂ. ഇവിടെ ഈ 14ൻ്റെ ബാക്കി കൊടുത്ത 1 കൂടി ഇല്ലേ? ആ 1 ഇവിടെ നിൽക്കുന്നുണ്ട്. ആ 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര? 1 and 1 എത്ര കിട്ടുക? 2. 1 and 1 2. അപ്പോൾ ആൻസർ ഈസ് 24. അപ്പോൾ ടോട്ടൽ 24 പിന്നെ ടോയ് കാർസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. 24 എണ്ണം. 24 എങ്ങനെ കിട്ടുന്നത്? 19 പ്ലസ് 5. 19 പ്ലസ് 5 എന്ന് പറയുമ്പോൾ 19 പ്ലസ് 5 ഉണ്ടോ? 19 പ്ലസ് 5 നമുക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം 9ഉം 5ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 14. 14 14. 14 4 എഴുതി. ബാക്കി 1 എന്ത് ചെയ്യണം? ടെൻസിൻ്റെ അവിടേക്ക് എഴുതണം. അപ്പോൾ ഇവിടെ 1 ഉണ്ട്, ഓൾറെഡി ഉണ്ട് അല്ലേ? ഈ 19ത്തെ 1 ഉണ്ട്. ഈ 14 കിട്ടിയ 1 കൂടി ഉണ്ട്. അപ്പോൾ 2 കൂടി കഴിയുമ്പോൾ 2. അപ്പോൾ എത്ര ആൻസർ വരിക? 24. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര ടോയ് കാർ ഉണ്ട്? 24 ഉണ്ടോ? ഇപ്പോൾ കിരണിൻ്റെ അടുത്ത് 19ഉം ശ്യാമിൻ്റെ 5ഉം കൂടി ചേർന്നാൽ 24 എന്ന് കിട്ടുന്നു. അങ്ങനെ ആഡ് ചെയ്യണം. മനസ്സിലായോ? അങ്ങനെയാണ് ഈ മൊത്തം കണക്കുകൾ ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഒന്നും കൂടി ഉദാഹരണം പറയുന്നുണ്ട്. എന്താണ്? 36ഉം 9ഉം കൂടിയിട്ട് ആഡ് ചെയ്യാം. നമുക്ക് ആഡ് 36 ആൻഡ് 9. 36ഉം 9ഉം കൂടിയിട്ട് കൂട്ടണം. അപ്പോൾ നോക്കൂ, അതിനെ ടെൻസും വൺസും ആക്കണം. ടെൻസും വൺസും ആക്കിയത് കണ്ടില്ലേ? ടെൻസും വൺസും ആക്കിയത് കണ്ടില്ലേ? അപ്പോൾ ആദ്യം വൺസാണ് കൂട്ടുക. 36 6 ഉണ്ട്, ഇവിടെ 9 ഉണ്ട് അല്ലേ? ആ 6ഉം 9ഉം കൂടി കൂട്ടണം. അപ്പോൾ എത്ര കിട്ടുക? 15 കിട്ടുക അല്ലേ? 15 അവിടെ 1 5 എന്നാണ്. അപ്പോൾ നമ്മൾ ആ 5 വൺസിൻ്റെ സ്ഥാനത്തും 1 ടെൻസിൻ്റെ സ്ഥാനത്തും അല്ലേ കിട്ടുക? അപ്പം 5 മാത്രം എഴുതുക. കണ്ടോ? 5 മാത്രം എഴുതുക. ആ 1 എന്ത് ചെയ്യണം? ടെൻസിന് കൊടുക്കണം. 1 ടെൻസിന് കൊടുക്കുക. അപ്പോൾ ഇവിടെ 36ൽ 3 ഉണ്ട്. നമ്മൾ ഈ 15 കൊടുത്ത 1 ഉണ്ട്. കണ്ടോ? അപ്പോൾ അത് ആ 3ഉം 1ഉം കൂടി ആഡ് ചെയ്ത് എത്ര കിട്ടുക? 4 കിട്ടും. കണ്ടോ? അപ്പം എങ്ങനെയാണ്? അപ്പോൾ 36ഉം 9ഉം കൂടി ആകുമ്പോൾ 9 പ്ലസ് 6. 9 and 6 അഡീഷണൽ ടേബിൾ നോക്കൂ, എത്ര വരിക? 15 വരും. 15 ഇവിടെ 5 എഴുതി. ഇതിൽ 1 ഇങ്ങോട്ട് കൊടുത്തു. 1 ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇവിടെ 3 ഉണ്ട്. 3ഉം 1ഉം ആഡ് ചെയ്ത 4. അപ്പം അങ്ങനെ. അപ്പോൾ എന്തായി? 30 പ്ലസ് 9 = 45. അങ്ങനെ കിട്ടിയ ആൻസർ കണ്ടോ? 35 9 = 45. അങ്ങനെ ഈ മറ്റ് മാത്സുകളൊക്കെ നിങ്ങൾ കാണാൻ പഠിക്കണം. ആഡ് ദി ഫോളോയിങ് പറഞ്ഞിട്ട് ഇനി അടുത്ത എല്ലാം മൊത്തം കുറേ കണക്ക് നിങ്ങൾക്ക് തരുന്നുണ്ട്. അതിനകത്ത് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നെന്താണ്? 25 + 6 ആണ് ആദ്യം ആഡ് ചെയ്യുന്നത്. 25 + 6 ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ടെൻസും വൺസായിട്ട് എഴുതണം. 27 + 6 ആണ്. 25 + 6 നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യണം? എഴുതണം. എഴുതിയിട്ട് എന്ത് ചെയ്യണം? 27ഉം 6ഉം ആണ്. ആദ്യം 7ഉം 6ഉം കൂടിയിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടുക? 6ഉം 7ഉം കൂടുമ്പോൾ എത്ര കിട്ടുക? 6 and 7 അഡീഷണൽ ടേബിൾ അറിയാമല്ലോ അല്ലേ? അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ 13 കിട്ടും അല്ലേ? 6 and 7 എന്ത് ചെയ്യണം? 13 കിട്ടും. 13 കിട്ടുമ്പോൾ ഇവിടെ 3 എഴുതിയിട്ട് 13ൽ 3 എഴുതിയിട്ട് 1 എന്ത് ചെയ്യണം? 10ന് അവിടേക്ക് എഴുതണം. 10ൽ എഴുതുക. അപ്പോൾ ഇവിടെ 27ൽ 2 ഉണ്ട്. നമ്മൾ കൊടുത്ത 1 ഉണ്ട്. അപ്പോൾ 2 and 1 എത്ര കിട്ടുക? 3. അപ്പോൾ ദ ആൻസർ ഈസ് 33. 27 and 6 = 33. കണ്ടോ? ഇങ്ങനെ നമ്മൾ ഒരുപാട് കണക്കുണ്ട്. ഇതേ മോഡലിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതേ മോഡലിൽ എല്ലാ കണക്കുകളും ചെയ്യണം. കുറേ കണക്കുണ്ട് ചെയ്യാൻ കേട്ടോ. കുറേ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. ഇതേ മോഡലിൽ എല്ലാതും ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് എക്സാമ്പിൾ. ഫസ്റ്റ് പിന്നെ നിങ്ങൾക്ക് തരുന്ന ഹോംവർക്കിൽ ഫസ്റ്റാണിത്. ഞാൻ ചെയ്ത് കാണിച്ചു തന്നിരിക്കുകയാണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ആഡ് ചെയ്യുക.
അപ്പോൾ ടെൻസും വൺസ് ആക്കിയിട്ട് ആദ്യം എഴുതണം. എന്നിട്ട് വൺസ് ആഡ് ചെയ്തിട്ട് വൺസിൻ്റെ റിമൈനിങ് വരുന്ന നമ്പർ, ബാലൻസ് നമ്പർ, ലെഫ്റ്റ് ആവുന്ന നമ്പർ, ബാക്കി വരുന്ന നമ്പർ ടെൻസിനോടൊപ്പം ആഡ് ചെയ്യണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇനി 100 വരുമ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. ഇവിടെ 100 വന്നാലും എന്താണ്, ടെൻസ് ആഡ് ചെയ്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ 100 എഴുതണം കേട്ടോ. അങ്ങനെ ഇനി അടുത്ത് വരിക. അപ്പം ഇങ്ങനെയാണ് ആഡ് ചെയ്യുക. അങ്ങനെ അതുപോലെ നിങ്ങൾക്ക് കുറേ കണക്കുകൾ ചെയ്യാനുണ്ട് കണ്ടോ. ഇത്രയും ചെയ്യാനുണ്ട്. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നോക്കിയാൽ മനസ്സിലാവും. അടുത്ത നമ്പർ ഇത്രയും നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. അടുത്ത 27 + 6 ഞാൻ ചെയ്ത് തന്നിട്ടുണ്ട് അല്ലേ. 27 + 6 ഞാൻ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ. ഇതാണ് നമ്മൾ നേരത്തെ ചെയ്തത്. അതുപോലെ ഇതെല്ലാം നിങ്ങൾ ചെയ്യണം. ഇത്രയും നമ്പേഴ്സും ചെയ്യണം കേട്ടോ. ഇത്രയും നിങ്ങൾ ചെയ്തേ മതിയാവും. എക്സാമ്പിൾ കണ്ടോ. ഇത്രയും കണക്കപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട്. അഡീഷൻ ടേബിൾ അറിയാൻ തന്നെ വേണം. ഓക്കെ. അപ്പം അത്രയും നിങ്ങൾക്ക് കണക്ക് ചെയ്യാനുണ്ട്. വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. ഇനി നമുക്ക് അഡീഷൻ ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യണം, അഡീഷൻ ടേബിൾ നന്നായിട്ട് പഠിക്കണം, തെറ്റാതെ പഠിക്കണം. ഇപ്പം ചെയ്ത മറ്റേതൊക്കെ ഇതുവരെ ചെയ്തത് എന്താണ്, ബാലൻസ് ഇല്ല, റിമൈൻ ആവുന്നില്ല, ലെഫ്റ്റ് ആവുന്നില്ല, ബാലൻസ് വരാത്താണ് നമ്മൾ ഇതുവരെ ചെയ്തത്. ഇപ്പം ചെയ്ത മാത്സിൽ എന്താണ്, ബാലൻസ് വരുന്നുണ്ട്. അപ്പോൾ ബാലൻസ് ആഡ് ചെയ്യാൻ നന്നായിട്ട് പഠിക്കണം. ആ ബാലൻസ് മറന്നു പോയാൽ കണ്ടോ, ബാലൻസ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്താണ്, ബാലൻസ് മറന്നു പോയാൽ കണക്കാകെ തെറ്റും. അപ്പോൾ ബാലൻസ് ആഡ് ചെയ്യാൻ ശരിക്കും പഠിക്കണം കേട്ടോ. ബാലൻസ് ആഡ് ചെയ്യാൻ മറന്നു പോയാൽ എന്താണ്, ബാലൻസ് ആഡ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആൻസർ ആകെ തെറ്റും. അപ്പോൾ ബാലൻസിൻ്റെ കണക്ക് പഠിച്ചില്ലേ, അപ്പോൾ അത് ശ്രദ്ധിച്ചുകൊണ്ട് ബാലൻസ് എഴുതുന്ന കണക്ക് വളരെ ശ്രദ്ധിക്കണം. മറ്റൊന്നും ബാലൻസ് ആഡ് ചെയ്യാനില്ലായിരുന്നു. ബാലൻസ് ആഡ് ചെയ്യാനുള്ളത് ശരിക്കും പഠിക്കുക തന്നെ വേണം, അല്ലെങ്കിൽ മറന്നു പോകും, ആൻസർ തെറ്റിപ്പോവും. കണ്ടോ, അതിൻ്റെയൊക്കെ ബാലൻസ് ആഡ് ചെയ്യാനുണ്ട് കണ്ടോ. ഇവിടെ ഈ ബാലൻസ് ആഡ് ചെയ്യണത് ശരിക്ക് എഴുതി തന്നെ വേണം. അപ്പം തന്നെ എഴുതി വെക്കണം കേട്ടോ. വൺസിൻ്റെ അടുത്ത് ഇവിടെ എഴുതി തന്നെ വേണം കണ്ടോ. ബാലൻസ് ആഡ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ആൻസർ മാറിപ്പോവും. നിങ്ങൾ ബാലൻസ് ആഡ് ചെയ്തില്ലെങ്കിൽ ഇവിടെ എത്ര കിട്ടുക, 14 എന്നാണ് കിട്ടുക അല്ലേ. ഇവിടെ ഈ 2 ആഡ് ചെയ്യാൻ മറന്ന്, ഈ 1നോടൊപ്പം 1 പിന്നെ ആഡ് ചെയ്യാൻ മറന്നുണ്ടെങ്കിൽ ഇവിടെ 2 ആൻസർ കിട്ടില്ല, ഇവിടെ 1 തന്നെ കിട്ടുക. അപ്പം എന്ത് ചെയ്യണം, ഇതാണ് ബാലൻസ് വരുന്നത്. ഇവിടുത്തെ 14th 1 ഇവിടെ വന്നു കണ്ടില്ലേ. ഇവിടെയും കണ്ടില്ലേ 15th 1 ഇവിടെ വന്നു കണ്ടില്ലേ. 15th 1 ആണ് ഇവിടെ. 15 ആണ്, 9 6 കൂട്ടുമ്പോൾ 15 കിട്ടുന്നു. 5 എഴുതി 1 ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് കണ്ടോ. അങ്ങനെ അത് എഴുതാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ 27 ആഡ് കണ്ടോ. അപ്പോൾ ഇവിടെ 7ഉം 6ഉം ആഡ് ചെയ്യുമ്പോൾ 13 കിട്ടുന്നത്. ആ 13ൽ 1 ഇവിടെ ബാലൻസ് എഴുതാൻ മറന്നു പോകരുത് കേട്ടോ. മറന്നു പോകരുത്, അങ്ങനെ വേണം. മറന്നു പോയാൽ ആൻസർ ഇവിടെ എത്ര കിട്ടുക, ഇവിടെ 2 തന്നെ കിട്ടുക. അല്ലെങ്കിൽ 1 ഇടാൻ നിങ്ങൾ ഈ 1 ഇടാൻ മറന്നാൽ ഇവിടെ 2 തന്നെ, ഈ 2 തന്നെ അങ്ങോട്ട് എഴുതുക അല്ലേ. അപ്പോൾ അത് മറന്നു പോകരുത്. ഈ ബാലൻസ് എഴുതാൻ മറക്കരുത് ഒരിക്കലും, ബാലൻസ് കൂട്ടാൻ കേട്ടോ. ഓക്കെ. അങ്ങനെല്ലാം നന്നായി ചെയ്തോളൂ. തൽക്കാലം നമുക്ക് ഡിവിഷൻ വൈൻഡ് അപ്പ് അവർ ക്ലാസ്. then study well, add carefully. then class is over. See you next class. Okay, bye.